എം.എൻ. കാരശ്ശേരി. കാരശ്ശേരിയെപ്പറ്റി നാം ആരോടും പരിചയപ്പെടുത്തേണ്ടതില്ല. ഒരുപാട് രംഗങ്ങളിൽ അദ്ദേഹം സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന, ഇന്നും ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ആ പ്രവർത്തന മേഖലകളെക്കുറിച്ചും അദ്ദേഹം ഒരു 50-60 കൊല്ലമായി ഇത് മുഴുകി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ആ ജീവിത രംഗങ്ങളെക്കുറിച്ചും നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് കേൾക്കാം. സന്തോഷം. കാരശ്ശേരി, ഇന്നലൊരു തമാശ ഉണ്ടായി. ഈ NP വിജയകൃഷ്ണൻ എന്ന എൻ്റെ ഒരു സുഹൃത്തുണ്ട്. അപ്പോൾ എനിക്കറിയാലോ വിജയകൃഷ്ണൻ, എനിക്കറിയാലോ വിജയകൃഷ്ണൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ വളരെ സൂക്ഷ്മബുദ്ധിയാണ്. അദ്ദേഹം ഈ നന്നായിട്ട് വായിക്കും. അപ്പോൾ വിജയകൃഷ്ണൻ വീട്ടിൽ പോയപ്പോൾ അദ്ദേഹം വിജയകൃഷ്ണനോട് ചോദിച്ചു, ഈ എം.എൻ. കാരശ്ശേരി എന്ന് ഇങ്ങനെ വായിക്കുന്നുണ്ട്, വിജയകൃഷ്ണ എന്താ ഇയാളുടെ പേര്? അപ്പോൾ വിജയകൃഷ്ണൻ പറഞ്ഞു, എന്താ തൻ്റെ പേര്? ശരിക്കും പ്രേക്ഷകർക്കൊന്നും അറിയണല്ലോ. എൻ്റെ പേര്, എനിക്കിട്ട പേര് കേട്ടാൽ താൻ അമ്പരക്കും. എനിക്കിട്ട പേര് മോദി എന്നാണ്. അതും കേട്ടില്ലല്ലോ? അത് കേട്ടില്ല. എന്താ വെച്ചാൽ ഈ നമ്മുടെ നാട്ടിൽ എല്ലാ സമുദായങ്ങളും എങ്ങനെയാണ്, മൂത്ത ആൺകുട്ടിക്ക് അച്ഛൻ്റെ പേരിടും, രണ്ടാമത്തെ ആൺകുട്ടിക്ക് അമ്മയുടെ അച്ഛൻ്റെ പേരിടും. അപ്പോൾ എൻ്റെ ജ്യേഷ്ഠൻ്റെ പേര് അബ്ദുസലാം എന്നാണ്, അതെൻ്റെ ബാപ്പയുടെ പേരാണ്. എൻ്റെ ഉമ്മയുടെ ബാപ്പയുടെ പേര് മോദി എന്നാണ്, മോദി. അപ്പോൾ മോദി എന്ന് പറഞ്ഞാൽ എന്താ, അത് അറബിയിലുള്ള മൊഹിയുദ്ദീൻ എന്ന അറബിയിലൊരു വാക്കുണ്ട്. അത് മൊഹിയുദ്ദീൻ ഷെയ്ഖ് എന്നൊക്കെ പറഞ്ഞ വളരെ ലോകം മുഴുവൻ പ്രചാരമുള്ള പേരാണ്. ഇദ്ദേഹം വലിയ സൂഫി പണ്ഡിതനും എഴുത്തുകാരനൊക്കെയാണ് മൊഹിയുദ്ദീൻ ഷെയ്ഖ് എന്ന് പറഞ്ഞത്. അപ്പോൾ ആ പേരിൻ്റെ രൂപാന്തരങ്ങളാണ് മൊയ്തീൻ, മൊയ്തു, മൊയ്തി, മോദി, അങ്ങനെ ഒരുപടി പല നാട്ടിലും പലതായിട്ടാണിത് വരുന്നത്. അപ്പോൾ എനിക്കിട്ടത് മോദി എന്നാണ്. എൻ്റെ ഉമ്മയുടെ ബാപ്പയുടെ പേര് മോദിയാങ്ക എന്ന ആൾക്കാരും അറിയാം. മോദി പ്ലസ് കാക്ക എന്നുള്ള കൂടി മോദിയാങ്ക എന്ന് പറയും. അപ്പോൾ എൻ്റെ ബാപ്പ കുറച്ച് പരിഷ്കാരി ആയതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, മോദി എന്നൊന്നും പേരില്ല, ആ പേര് മൊഹിയുദ്ദീനാണ് എന്ന് പറഞ്ഞു. പക്ഷേ സ്കൂളിൽ ചേർത്തിയപ്പോൾ എൻ്റെ പേര് ലേശം തെറ്റി, മൊഹിയുദ്ദീൻ എന്നുള്ളതിന് പകരം മൊഹിയുദ്ദീൻ എന്നാണ് ചേർത്തിയത്. ഉകാരം വന്നു, മൊഹിയുദ്ദീൻ എന്ന്. അങ്ങനെ ഒരു പേരില്ല, എൻ്റെ പേര് അങ്ങനെയെന്ന് മാത്രം. അപ്പോൾ പിന്നെ എൻ്റെ വീട്ടുപേര്, തറവാട്ട് പേര് നടുക്കണ്ടിയിൽ നിന്നാണ്. അപ്പോൾ മൊഹിയുദ്ദീൻ നടുക്കണ്ടിയിൽ എന്നാണ് എൻ്റെ ശരിക്കുള്ള പേര്. അപ്പോൾ ഇത് ഞാൻ എഴുത്തുകാരനായി എപ്പോൾ 6ാം ക്ലാസ്സിൽ നിന്ന് തോന്നുകയാണ്. എന്തിനാ തോന്നിയെന്ന് എനിക്ക് നിശ്ചയമില്ല. എന്താ കാര്യം വെച്ചാൽ എൻ്റെ കൂട്ടുകാരൊക്കെ, എനിക്ക് ആരോഗ്യം വളരെ കുറവായിരുന്നു ചെറുപ്പത്തിലേ, അങ്ങനെയാണ്. പല രോഗങ്ങൾ, പല അപകടങ്ങളൊക്കെ ഉള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ശരീരബലം കുറവാണ്. അപ്പോൾ എന്താ, കൂട്ടുകാരൊക്കെ കളിക്കുമ്പോൾ ഫുട്ബോൾ കളിക്കുകയാണ്, അല്ലെങ്കിൽ വോളിബോൾ കളിക്കുകയാണ്, അന്ന് കാൽപന്ത് അറിയാമല്ലോ, പിന്നെ തൊട്ട് കളിക്കുകയാണ്, അല്ലെങ്കിൽ കള്ളനും പോലീസും കളിക്കുകയാണ്, ഒന്നും എന്നെ കൂട്ടില്ല. ഞാൻ ഒറ്റപ്പെടുമ്പോൾ എന്താ, എനിക്ക് ആകെ ഒരു ശരണം എന്തേ ഉള്ളൂ, വായനയുള്ളൂ. അപ്പോൾ ഞാൻ വായനയിലേക്ക് പിൻവാങ്ങുകയാണ് ഇപ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ. അപ്പോൾ എനിക്ക് 5ാം ക്ലാസ്സിൽ നിന്ന് തന്നെ എനിക്ക് പ്രസംഗിക്കാൻ വാസനയുണ്ടെന്ന് ഞങ്ങളുടെ ഇംഗ്ലീഷ് അധ്യാപകൻ KT ഫിലിപ്പ് മാഷ്, അദ്ദേഹം ഞങ്ങളെ നാട്ടിൽ പറയും പോലെ തെക്കന തിരുവിതാംകൂറുകാരനാണ്, അദ്ദേഹം കണ്ടുപിടിച്ചു. അപ്പോൾ 5ാം ക്ലാസ് തൊട്ട് ഞാൻ പ്രസംഗക്കാരനാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഒരു സ്റ്റേജിൽ കയറിയിട്ട് എന്തെങ്കിലും ഒന്ന് പറയാൻ എനിക്കൊരു മടിയില്ല, അതിനിപ്പോൾ എന്താണെന്നുള്ള വലിയ. അപ്പോൾ ഫിലിപ്പ് മാഷക്ക് സാഹിത്യ സമാജം ഉണ്ട്, തനിക്ക് ഓർമ്മയുണ്ടല്ലോ, സ്കൂളുകളൊക്കെ ഒന്ന് സാഹിത്യ സമാജം വളരെ പ്രധാനമാണ്. താനും അതിന് ഉണ്ടായിട്ടുണ്ടാവും. അതെ. അപ്പോൾ അന്ന് 2 കാര്യങ്ങളാണ്, ഈ മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ക്ലാസ്സുകളിൽ കോമ്പസിഷൻ എന്ന രചന, ഇതുപോലെ ഇത് എഴുത്തിനുള്ള പരിശീലനം. ഇന്നിപ്പോൾ ഉണ്ടോ എന്ന് എനിക്ക് നിശ്ചയമില്ല. രണ്ടാമത്തെ കാര്യം ഈ പ്രസംഗമാണ്. അപ്പോൾ 5ാം ക്ലാസ് തന്നെ ഞാൻ പ്രസംഗക്കാരനെന്ന് എനിക്ക് സംശയമില്ല, തർക്കമല്ല, അങ്ങ് പറയാണ്. അപ്പോൾ മലയാളത്തിൻ്റെ അധ്യാപകൻ നെട്ടയം ശിവദാസ് എന്നുണ്ട്, അദ്ദേഹം കൊട്ടാരക്കര ഭാഗത്തുള്ളതാണ്. അദ്ദേഹം ചെറിയൊരു എഴുത്തുകാരനാണ്, RSPക്കാരനാണ്, കൗമുദി ബാലകൃഷ്ണൻ്റെ വലിയ ആരാധകനാണ്. അപ്പോൾ അദ്ദേഹം വലിയ വലിയ കാര്യങ്ങളെ ക്ലാസ് പറയുക. അപ്പോൾ 6ാം ക്ലാസ്സിൽ നിന്ന് അദ്ദേഹത്തിന് തപാലിൽ വന്ന കാവ്യപീഠിക പൊടിച്ചിട്ട് അതിനെപ്പറ്റി സംസാരിക്കുക. 6ാം ക്ലാസ് വരെ ഞങ്ങളോട്. അപ്പോൾ അന്ന് എനിക്കൊരു തോന്നലുണ്ട്, എങ്ങനെ തോന്നിയ ശരിയല്ല, ഞാൻ ഒരു എഴുത്തുകാരനാണ്. അവിടെ അതിനൊരു തോന്നാൻ ഒരു കാരണമുണ്ട്. എൻ്റെ ബാപ്പയുടെ ജ്യേഷ്ഠൻ്റെ മകൻ സലാം കാരശ്ശേരി, അതേ അന്ന് എഴുത്തുകാരനാണ്. അതേ എഴുതുന്നത് നാടകങ്ങൾ എഴുതും, പിന്നെ സിനിമാ നിരൂപണം എഴുതും. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകനാണ് നെട്ടയം ശിവദാസ്. അദ്ദേഹം 1ാം തരം കയ്യക്ഷരമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യക്ഷരം പകർത്തി കോപ്പി അടിച്ചാണ് എൻ്റെ കയ്യക്ഷരം. പണ്ട് വളരെ നന്നായിരുന്നു, എനിക്ക് ഓർമ്മയുണ്ടാവും. ഇപ്പോൾ പിന്നെ അതൊക്കെ പോയി, വയസ്സും പ്രായമൊക്കെ ആയില്ലേ. അപ്പോൾ നെട്ടയം ശിവദാസ് എന്നും സലാം കാരിശ് എന്നൊക്കെ കിട്ടി. പിന്നെ എനിക്ക് അന്നേ പരിചയമുള്ളൊരു പേരാണ് SK പൊറ്റക്കാട്. നമ്മൾ അവിടെ ഇവിടെയൊക്കെ കാണുമല്ലോ. അപ്പോൾ SK പൊറ്റക്കാട് എന്ന് കേൾക്കുമ്പോൾ ഒരു ഗൗരവമുണ്ട്. അപ്പോൾ പേര് ഈ മൊഹിയുദ്ദീൻ ഒന്നും പറ്റില്ല,
നടുക്കിൽ നിന്നും പറ്റില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അപ്പോൾ എൻ്റെ പേര് നേൻ മൊഹീദ്ദീൻ എന്നാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു കാരശ്ശേരി എന്ന് വേണം, കാരണം നാട്ടുകാരൊക്കെ അറിയണ്ടേ. എനിക്ക് അന്ന് അറിയപ്പെടണമെന്നാണ് എൻ്റെ പ്രശ്നം, ചെറിയ പ്രായത്തിൽ തന്നെ അറിയപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ മൊഹീദ്ദീൻ എഴുതിയാൽ ഞാനാണെന്നൊന്നും തിരിയില്ല. അപ്പോൾ ഞാൻ NM കാരശ്ശേരി എഴുതി നോക്കുമ്പോൾ അത് എനിക്കൊരു തോന്നുന്നില്ല. MNOPQ എന്നല്ലേ നമ്മൾ അക്ഷരം ചൊല്ലി പഠിക്കുന്നത്. അപ്പോൾ MN കാരശ്ശേരി എന്നാക്കി. 6ാം ക്ലാസ് തൊട്ട് ഞാൻ MN കാരശ്ശേരിയാണ്. എഴുതുന്നതിന് മുമ്പ് തന്നെ സമ്പാദിച്ചു. ഞാൻ ജീവിതത്തിൽ നടത്തിയ ഏറ്റവും വലിയ കണ്ടുപിടുത്തതാണ് തുര്യാനാമം കണ്ടുപിടിച്ചു. എഴുതിയേ പറ്റൂ. പിന്നെ എഴുതി, പിന്നെ എന്താ എഴുതുന്ന അറിയോ, ചുമരിൻ്റെ മുകളിലൊക്കെ കരിക്കട്ടുണ്ട് MN കാരശ്ശേരി എന്ന് എഴുതുക. പിന്നെ ഞാൻ ഈ MN കാരശ്ശേരി എന്ന് കേൾക്കുന്നതിന് മുമ്പ് തന്നെ, കാണുന്നതിന് മുമ്പേ സലാം കാരശ്ശേരിയെ കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ട്. ഇവിടെ കോഴിക്കോട്ട് തന്നെ ഔപചാരികമായി മീറ്റ് ചെയ്യണതിൻ്റെ മുമ്പേ ഈ സലാം കാരശ്ശേരിയെ കഷ്ടിച്ച് മീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. ആ കോഴിക്കോട് നടക്കാവ് റോഡിൽ ഓഫീസുണ്ട്. ഞാൻ എന്തോ ആവശ്യത്തിനോട് പോയി കണ്ടു. അപ്പോൾ സലാം കാരശ്ശേരി അന്ന് സിനിമയിലൊക്കെ വലിയ പ്രസിദ്ധമാണ്. സിനിമയിൽ തൊട്ടാ പ്രസിദ്ധിയാണല്ലോ. പ്രസിദ്ധിയാവും. അദ്ദേഹം നടനായിരുന്നു, സിനിമാ നിരൂപകനായിരുന്നു, നിർമ്മാതാവായിരുന്നു, അങ്ങനെ തിരക്കഥാകൃത്തായിരുന്നു. അങ്ങനെ അത് സലാം കാരശ്ശേരി എന്ന് വളരെ പ്രസിദ്ധമാണ്. സലാം കാരശ്ശേരിയുടെ അനിയനായിട്ട് കാരശ്ശേരി ഉണ്ട് എന്നാണ് നമുക്കറിയുക. പിന്നെ ഒരു ദിവസം ഇപ്പം MA പഠിക്കുന്ന നമ്മൾ ഒരേ ബാച്ചാണ്. അപ്പോൾ താൻ പട്ടാമ്പി കോളേജിൽ, ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മലയാളം ഡിപ്പാർട്ട്മെൻറ്റ്. ഖ്യാതിയുണ്ട് അവിടെ. MN കാരശ്ശേരി ഉണ്ട്, അയാളാണ് ഫസ്റ്റ് റാങ്ക് വാങ്ങാൻ സാധ്യതയുള്ള ഒരാൾ. അപ്പോൾ ഞാൻ കേട്ട് മറിച്ച അവിടെ ആറ്റൂരിൻ്റെ വത്സല ശിഷ്യനായിട്ടൊരു KC നാരായണൻ ഉണ്ട്, അയാളാണ് ഫസ്റ്റ് റാങ്ക്. പക്ഷേ ഈ രണ്ടാൾക്കും അല്ല, രാജലക്ഷ്മിക്കാണ് റാങ്ക് കിട്ടിയത്. എൻ്റെ തോന്നാൻ കാരണമുണ്ട്. ഞാൻ BA ഞാൻ ഗുരുവായൂർപ്പുഴയിലാണ് പഠിച്ചത്, സോഷ്യോളജി മലയാളം BA. അപ്പോൾ അതിനെനിക്ക് ഫസ്റ്റ് റാങ്കായിരുന്നു. അപ്പോൾ ഞാൻ റാങ്ക് ഹോൾഡറായിട്ടാണ് അവിടെ ചെല്ലുന്നത്. ഞാൻ അതിനെപ്പറ്റി ശ്രദ്ധിച്ചിരുന്നില്ല. ഞാനവിടെ ഇലക്ഷന് മത്സരിക്കുക, മറ്റേ സെക്രട്ടറി ആവുക. പിന്നെ തനിക്കറിയോ, എനിക്ക് എതിർ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല. ഞാൻ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട സെക്രട്ടറി ആയിരുന്നു. പിന്നെ അവിടെ മാഗസിൻ നടത്തുക. അപ്പോൾ അന്ന് എന്നോട് പലരും പറഞ്ഞു. അപ്പോൾ എനിക്കൊരു ഫസ്റ്റ് ക്ലാസ് കിട്ടണമെന്നുണ്ടായിരുന്നുള്ളൂ. കാരണം മാഗസിൻ നടത്തലും സെക്രട്ടറി ആവലും ക്യാമ്പസിലെ കുട്ടികളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കലൊക്കെയാണ് പ്രധാനം ഞാൻ വിചാരിച്ചത്. പക്ഷേ എനിക്ക് ഫസ്റ്റ് ക്ലാസും സെക്കൻഡ് റാങ്കും കിട്ടി. അപ്പോൾ ഞാനതിൽ പറഞ്ഞത് കാരശ്ശേരിയെ ഞാൻ കേട്ടുകേൾവി ആദ്യം. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ന്യൂസാണ് വായിക്കണം. ആ ഫ്രണ്ട് പേജിൽ മാപ്പിള രാമായണം കണ്ടെത്തി. അത് വളരെ കഴിഞ്ഞിട്ടാണോ? അല്ലല്ല, 76 അതെ. ഞാൻ 74 നമ്മൾ MA കഴിഞ്ഞു. 2 കൊല്ലം 75 ഞാൻ മാതൃഭൂമി ചേർന്നു. 76 ഈ മാപ്പിള രാമായണം. അപ്പോൾ ഞാൻ തന്നെ കണ്ടിട്ടില്ല. ഞാൻ ഈ ഫോട്ടോ കണ്ടിട്ടുള്ളൂ. മാപ്പിള രാമായണം കണ്ടുപിടിച്ച ആൾ. അങ്ങനെയാണ് ഞാൻ കാരശ്ശേരിയായിട്ടൊരു അടുപ്പുണ്ടായി. പിന്നെ M ഗംഗാധരനായിട്ട് എനിക്ക് വലിയ ബഹുമാനമുണ്ട്. M ഗംഗാധരൻ ഞാൻ എൻ്റെ ചില ലേഖനങ്ങൾക്ക് അയച്ചു കൊടുക്കുക, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ M ഗംഗാധരൻ വഴിയാണ് കാരശ്ശേരി എന്നുള്ള പേര്. തൻ്റെ ഗുരുനാഥൻ ആറ്റൂരിൻ്റെ വലിയ സുഹൃത്താണ് ഗംഗാധരൻ. അതെ. അപ്പോൾ അങ്ങനെ എനിക്കെന്ന് വെച്ചാൽ MGS ആ ക്യാമ്പസിലുണ്ടല്ലോ, അദ്ദേഹം ചരിത്രത്തിൻ്റെ അധ്യാപകനാണ്. അപ്പോൾ ഞാനുമായിട്ട് വളരെ കണ്ടെന്ന് എനിക്ക് വളരെ ബഹുമാനവും സ്നേഹമൊക്കെ തോന്നിയ ആളാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ MGSനെ കാണാൻ ചെന്നതാണ്. അപ്പം നോക്കുമ്പോൾ അവിടെ ആയിരുന്നു അറിയും, M ഗംഗാധരനുണ്ട്, M ഗോവിന്ദനുണ്ട്. ഞാനാകെ പരിഭ്രമിച്ചു. കാരണം M ഗോവിന്ദനെ പറ്റിയൊക്കെ ഞാൻ പ്രീ ഡിഗ്രി BA കാലത്ത് ആഴ്ചവട്ടത്താണ്, NP മൂവ്മെൻ്റ് അയൽവക്കത്താണ്. NP പറഞ്ഞു ധാരാളം കേട്ടിട്ടുണ്ട്. പിന്നെ NP പണ്ട് തന്നെ ആദ്യം അറിവിൻ്റെ ഫലങ്ങൾ എന്നുള്ള പുസ്തകമൊക്കെ ഞാൻ വായിക്കുന്നത്. അപ്പോൾ ഗംഗാധരൻ MGSൻ്റെ അമ്മാവനാണ്. പിന്നെ അദ്ദേഹത്തിന് സാഹിത്യത്തിൽ വളരെ താല്പര്യമുണ്ട്. MGSന് താല്പര്യമുണ്ട്, പക്ഷേ കൂടുതൽ താല്പര്യം ഗംഗാധരനാണ്. ഗംഗാധരൻ ചരിത്രകാരന്മാർക്കിടയിൽ ഒരു സാഹിത്യ നിരൂപകനും സാഹിത്യ നിരൂപകന്മാർക്കിടയിൽ ഒരു ചരിത്രകാരനെന്ന് ഞങ്ങൾ കളിയാക്കി പറയാറുണ്ട്. രണ്ടും അദ്ദേഹത്തിന് ഒരേപോലെ ഉണ്ട്. അങ്ങനെയാണ് ഞാൻ ഗോവിന്ദനായിട്ടൊക്കെ അടുപ്പാവുന്നത്. ഗംഗാധരൻ മാഷ് നിരന്തരം ഗോവിന്ദനെ പറ്റിയും ഒക്കെ ഇൻസ്പയർഡ് ആയിട്ട് പറയുന്ന ഒരാളാണ്. ധാരാളം. അത് അദ്ദേഹത്തിൻ്റെ ഒരു ഫലിതവും അസാമാന്യമായ പരിഹസിക്കലും എല്ലാം. അപ്പോൾ ആ കാലത്ത് കേട്ടറിവുണ്ട്. പിന്നെ ഞാൻ തന്നെ കാണുന്നത് എപ്പോഴാണ്, മാതൃഭൂമിയിൽ ഞാൻ കൊച്ചിയിൽ നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി വന്നു. ഞാൻ ചേരുന്ന 76 77 താൻ അവിടുന്ന് വരുന്നത്, ശരിയല്ലേ എൻ്റെ ഓർമ്മ? 77 ഒക്ടോബറിൽ വന്നു. അപ്പോഴാണ് പിന്നെ താനുമായിട്ട് ഒരു ഡെസ്കിൽ ഒരുമിച്ചിരുന്ന് ഒരേ ഹോസ്റ്റലിൽ. അതെ, എന്താ വെച്ചാൽ താൻ വന്നപ്പോൾ തനിക്ക് താമസിക്കാൻ സ്ഥലമില്ല. അപ്പോൾ എന്നോട് മാതൃഭൂമി നമ്മുടെ V രവീന്ദ്രനാഥല്ലേ, അതേ എന്നോട് ചോദിക്കണത്. പിന്നെ വിംസിയും പറഞ്ഞു, താൻ ന്യൂസിലാണല്ലോ. അപ്പോൾ MES ഹോസ്റ്റലിൽ ഞാനവിടെ ഒരു സിംഗിൾ റൂമൊക്കെ ആയിട്ട് വളരെ, അന്ന് കല്യാണമൊന്നും കഴിച്ചിട്ടില്ല, കുറച്ച് പ്രൗഢിയിൽ ജീവിക്കുന്ന നേരം മാതൃഭൂമി സബ് തന്നെ അന്നൊരാളാണ് മാതൃഭൂമി സബ് എഡിറ്റർ. എല്ലാവർക്കും അങ്ങനെ കിട്ടുന്ന പദവിയല്ല അതല്ല.
അപ്പോൾ അവിടെയാണ് തനിക്ക് സീറ്റ് കിട്ടിയത് ഒരു 4 ബെഡ് ഇടുന്ന മുറി. അതെ അതെ. അപ്പോൾ അധികം താൻ എൻ്റെ മുറിയിലുണ്ടാവും, കാരണം എൻ്റെ സിംഗിൾ റൂമാണ്. അതെ അങ്ങനെ അങ്ങനെ ആ സമയത്തൊക്കെ താൻ എഴുത്തുകാരനാണ്. ഏത് ഫുട്ബോൾ എന്ന് പറഞ്ഞിട്ടൊരു ഈ രാജഗോപാൽ ഷൂട്ട് അത് വി രാജഗോപാൽ, മഞ്ജു രാജഗോപാൽ. അപ്പോൾ അതിൽ കാരശ്ശേരി ഷൂട്ടിന് ലേഖനം എഴുതും. എങ്ങനെ ലേഖനം എഴുതുക? കുട്ടികൃഷ്ണമാരാരുടെ ഭാഷയിൽ ഫുട്ബോളിനെ പറ്റി റിപ്പോർട്ട്. ഞാൻ ചിരിച്ചു കത്തും. മാരാർ അതേ ഭാഷയിൽ. അതെ. അപ്പം മാരാർ ശിഷ്യൻ എന്നുള്ള ഒരു ഖ്യാതി തനിക്ക്. എന്താ വെച്ചാൽ 10ാം തരത്തിൽ പഠിക്കുമ്പോൾ തനിക്കും ഉണ്ടാവും 2 അഭിവാദനങ്ങൾ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അന്നൊക്കെ എന്താ വെച്ചാൽ എൻ്റെ നാട്ടിലും വീട്ടിലൊന്നും വായിക്കാൻ പുസ്തകമൊന്നുമില്ല. എൻ്റെ വീട്ടിൽ മലയാള പുസ്തകങ്ങളേ ഇല്ല. പിന്നെ അവിടെ ഒരു ചെറിയ സർവോദയ വായനശാല ഉണ്ട്, ലൈബ്രറി. അതിലൊക്കെ 10-34 പുസ്തകമുണ്ട്. അതൊക്കെ ഞാൻ 7-8 മണിക്ക് തന്നെ വായിച്ചു കഴിഞ്ഞു. പിന്നെ ഞങ്ങളുടെ തൊട്ടപ്പുറത്ത് കക്കാട് KP സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്ബ് എന്നൊരു സാധനമുണ്ട്. അവിടെയുള്ള പുസ്തകം വായിക്കും. അവിടെ എടുത്തു തരാൻ ലൈബ്രറി ഇല്ല, അവിടെ ചെന്നിരുന്ന് വായിക്കണം. അങ്ങനെ കഷ്ടപ്പെട്ട. അപ്പം ഞാൻ എല്ലാ ടെക്സ്റ്റ് പുസ്തകങ്ങളും, പ്രത്യേകിച്ച് മലയാളം, സോഷ്യൽ സ്റ്റഡീസ്, മലയാളം, അതൊക്കെ ഞാൻ വായിക്കും. സയൻസ് അങ്ങനെ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ ഈ 2 അഭിവാദനങ്ങൾ എന്നുള്ള വായിച്ചപ്പോൾ ഞാൻ ആകെ അകമ്പുറം മറിഞ്ഞു. ആമ്പലം മറിഞ്ഞു എന്ന് പറയും ഞങ്ങളവിടെ. അകമ്പുറം മറിഞ്ഞു പോയി. എന്താ വെച്ചാൽ അതിലെ ഭാഷ, അതിൻ്റെ യുക്തി, അതിൻ്റെ വിശകലന പാഠവും, അതിലുള്ള സാംസ്കാരികമായ ഒരു കണ്ണ്, ഒരു ഉൾക്കാഴ്ച. അപ്പോൾ അന്നാണ് ഞാൻ ഈ കുട്ടികൃഷ്ണമാരാർ എന്നുള്ള പേര്, ഭാരതപുരം എന്നുള്ളൊരു പേരൊക്കെ. പിന്നെ ഞാൻ കോളേജ് ചേരുമ്പോൾ എൻ്റെ പ്രധാന പണി എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടികൃഷ്ണമാരാരുടെ പുസ്തകങ്ങൾ ശേഖരിക്കുകയാണ്. എൻ്റെ അടുത്ത് പൈസയൊന്നുമില്ല. അപ്പം ഞാൻ എൻ്റെ ബാപ്പയുടെ ജ്യേഷ്ഠൻ കോയക്കുട്ടിയാച്ചിയുടെ വീട്ടിലാണ് താമസിച്ചിരുന്നത്, ആഴ്ചോട്ടത്ത്, ഗുരുവായൂർപ്പള്ളിയുടെ അടുത്ത്. അത് അതിൻ്റെ അടുത്ത് തന്നെയല്ലേ NP? അതെ, റോഡിൻ്റെ അപ്പുറത്തെ NP. അത് വലിയ ഭാഗ്യം. അന്ന് അവിടെ എനിക്ക് അന്ന് അങ്ങനെ അറിഞ്ഞുകൂടാ. തായാട്ടുണ്ട് അവിടെ, മാങ്കാവ് കോവിലകത്ത്. തായട്ടിനെ പിന്നെ പരിചയമാവുന്നത്. അപ്പോൾ തായട്ടിൻ്റെ ഹൈമവതി തായട്ടിൻ്റെ വീട് അവിടെയാണ്. അപ്പോൾ ഞാൻ ഈ ഉണ്ണാൻ തരുന്ന പൈസ ഊണ് കഴിക്കാതെ ബാക്കിയാക്കും. എന്തിനാണ്? കുട്ടികൃഷ്ണമാരാരുടെ പുസ്തകം, പല പുസ്തകം കിട്ടാനില്ല. അപ്പോൾ PK ബ്രദേഴ്സ്, KR ബ്രദേഴ്സ് തുടങ്ങിയുള്ള കോഴിക്കോട്ടെ ബുക്ക് ഷോപ്പുകളാണ്. അന്ന് NBS ഒന്നും മാരാരുടെ ഭാരതപുരമിട്ട് അടിച്ചൊന്നും സംശയം വേറൊന്നുമില്ല. ഇത് പഴയ പുസ്തകങ്ങളൊക്കെ ഇപ്പോൾ ഭാഷാ പരിചയം, പിന്നെ മലയാള ശൈലി മാതൃഭൂമിയിലുണ്ട്. അതൊക്കെ മേടിച്ച് അങ്ങനെ മാരാരുടെ ഒരു എന്നെ രൂപീകരിച്ചതിൽ വലിയ പങ്ക് മാരാർക്ക്. തീർച്ചയായിട്ടും. അപ്പോൾ അതിലെന്തുണ്ടായെന്ന് വെച്ചാൽ ഞാൻ കുഞ്ഞുണ്ണി മാഷെ ഞാൻ ചെറുപ്പത്തിലെ പരിചയമായി. എന്ന് വെച്ചാൽ 1969 മുക്കത്തൊരു സാഹിത്യ സമിതി ക്യാമ്പ് ഉണ്ടായിരുന്നു. ആ ക്യാമ്പിൽ വെച്ചിട്ടാണ് ഞാൻ പല എഴുത്തുകാരും കാണുന്നത്. ഞങ്ങളൊക്കെ ഇപ്പോൾ വിഷ്ണുനാരായണ നമ്പൂരി, എന്തൊരു ഭംഗിയായിരുന്നു അദ്ദേഹത്തെ കാണാൻ. NN കക്കാട്, ചെറുകാട്, പിന്നെ GN ചേരനാട് എൻ്റെ ക്യാമ്പ് ഡയറക്ടർ, NV കൃഷ്ണവാര്യർ, ഇങ്ങനെ ഒരുപാട് ആള്. KP ശങ്കരനൊക്കെ അന്ന് ഞാൻ 2 ദിവസം ക്യാമ്പാണ്. അപ്പോൾ അവസാനത്തെ പ്രസംഗമാണ് ഇയാളുടെ, ആരുടെ, കുഞ്ഞുണ്ണി മാഷെ. ഈ കുഞ്ഞുണ്ണി മാഷ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ അവിടെ പായസം ഉണ്ടാക്കാനും സാമ്പാർ ഉണ്ടാക്കാനും ഒക്കെ, കറിക്ക് നുറുക്കാനും ഇളക്കാനും ഒക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ അതൊരു ജോലിക്കാരൻ. ജോലിക്കാരൻ തന്നെ ഒരു ബട്ട്ലറാന്നേ വിചാരിച്ചത്, ഒരു പാചകക്കാരനാന്നേ വിചാരിച്ചത്. അപ്പോൾ ഒരു പിന്നെ മുട്ടിന് തൊട്ട് താഴെ വരുന്ന ഒരു മുണ്ട്, പിന്നെ ഒരു സാധാരണ. അവസാനത്തെ പ്രസംഗം അദ്ദേഹത്തിൻ്റെ ആയിരുന്നു. അപ്പോൾ അദ്ദേഹം സംസാരിച്ച ഭക്ഷണത്തെ പറ്റിയാണ്. എനിക്കങ്ങോട്ട് വല്ലാതെ ഇഷ്ടമായി. പിന്നെ അദ്ദേഹം കുറച്ച് കവിതകൾ ചൊല്ലി, അതും വളരെ ഇഷ്ടമായി. അങ്ങനെ ഞാൻ കുഞ്ഞുണ്ണി മാഷ് എടുത്ത് എപ്പോഴും പോവും. അദ്ദേഹം RK മിഷനിൽ, പന്തിരാങ്കാവിൽ രാമകൃഷ്ണ മിഷൻ ലോഡ്ജിൽ, ഹോസ്റ്റലിൽ അദ്ദേഹം താമസിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തോടുള്ള എൻ്റെ ഇഷ്ടം എന്താ വെച്ചാൽ മാരാരെ കാണാൻ പോകും. അപ്പോൾ ഞാൻ ഒരിക്കൽ മാഷോട് പറഞ്ഞു, മാഷ് ഇനി മാരാരെ കാണാൻ പോകുമ്പോൾ എന്നെയും കൂടി കൊണ്ടുപോകുമെന്ന് ചോദിച്ചു. അപ്പോൾ കുഞ്ഞുണ്ണി മാഷ് വളരെ ക്ഷോഭത്തിനോട് പറഞ്ഞു. അപ്പോൾ എന്നോട് വലിയ ഇഷ്ടമാണ്, വേണ്ട താൻ വരണ്ട. എന്താ മാഷ് അങ്ങനെ പറയാം? അപ്പോൾ പറഞ്ഞു, തൻ്റെ മനസ്സിലൊരു മാരാരുണ്ട്, തനിക്കത് മതി. ഇപ്പോൾ അദ്ദേഹത്തിന് ഓർമ്മയും കഥയൊന്നുമില്ല. അപ്പോൾ അന്ന് അൽഷൈമേഴ്സ് നമുക്ക് അറിഞ്ഞുകൂടാ, ആർക്കും അറിഞ്ഞുകൂടാ. മാരാർക്ക് ഓർമ്മയും കഥയില്ല, ഒന്നും തിരിച്ചറിയുന്നില്ല, ആളെ അറിയുന്നില്ല. അങ്ങനെ ആ അവസ്ഥയിൽ താൻ അദ്ദേഹത്തെ കാണരുത് എന്ന് പറഞ്ഞു. എന്നോടൊരു ഒരു വാണിംഗ് കൂടി എനിക്ക് തന്നു. എന്താണ്? ഞാനിത് പറഞ്ഞു, താൻ വല്ലവരും കൂട്ടി അവിടെ പോരുത്, അത് തനിക്ക് നഷ്ടമാവുന്നു. അപ്പോൾ അത് എന്നോട് വാത്സല്യം കൊണ്ട് പറഞ്ഞാണെന്ന് എനിക്ക് ബോധ്യമുള്ളതുകൊണ്ട് ഞാൻ പോയില്ല. ഞാൻ പിന്നെ മാരാരെ കാണുന്നത് അദ്ദേഹം മരിച്ചിട്ടാണ്. മരിച്ച വിവരം രാവിലെ അറിഞ്ഞിട്ട് ഞാൻ നേരെ ബസ് കയറി. അതിരാവിലെ 6:30 മണിക്കാണ് ഞാൻ കുഞ്ഞുണ്ണി മാഷ് ഇവിടെ ഹോസ്റ്റലിൽ ചെന്നു. എവിടെ? രാമകൃഷ്ണ മിഷൻ പന്തിരാങ്കാവിൽ. ആ മാഷ് നടക്കാനായിട്ട് പോയിട്ടില്ല. അപ്പോൾ ഞാൻ പിന്നെ നേരെ ചോദിച്ചു പിടിച്ച് മാരാര് പിടിച്ച് ആദ്യം ചെല്ലുന്നത് ഞാനാണ്. മാരാര് മരിച്ചിട്ടാണ് വീട്ടിലേക്ക് അതിരാവിലെ. അപ്പം വീട്ടുകാർക്കൊന്നും എന്നെ അറിയില്ല. അപ്പോൾ ആരാന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞാൽ അറിയില്ല, ഞാൻ MA പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്, പേര് മുഹീദ്ദീൻ എന്നാന്ന് പറഞ്ഞ് ഞാൻ അവിടെ ഇരുന്നു.
ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞ് കുഞ്ഞിനോഷ് വന്നു. അങ്ങനെയാണ് ഞാൻ മാരാരെ കണ്ടത്. ആദ്യം കാണുന്നത് മരിച്ചു കിടക്കും മൃതദേഹമാണ്. ഞാൻ പഠിക്കുന്ന കാലത്ത് മാരാരൊക്കെ ഇഷ്ടമായിട്ട് വായിച്ചിട്ടുണ്ട്. പക്ഷേ ഈ മാരാർ എന്ന് പറഞ്ഞാൽ ഉള്ള ഒരാളാണെന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. ഈ വാൽമീകിയുടെ വ്യാസൻ വാൽമീകി എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ടേസ്റ്റൊക്കെ വളരെ ക്ലാസിക്കൽ ടേസ്റ്റാണ്, ഫൈൻ ടേസ്റ്റാണ്. അതെ, കാരണം സമകാലിക സാഹിത്യമൊക്കെ അദ്ദേഹം കൈവളക്കുന്നൊരു പുസ്തകത്തിലാണ്. അതെ. പിന്നെ അപൂർവമായിട്ട് വള്ളത്തോളിനെ പറ്റിയോ ആശാനെ പറ്റിയോ ഉള്ളൂരിനെ പറ്റിയൊക്കെ എഴുതി ഇത്രയേ ഉള്ളൂ. സത്യമായിട്ട് പറയാം, അദ്ദേഹം ഇങ്ങനെ വാൽമീകിന്നോ ഒക്കെ പറയുന്ന പോലെ എവിടെയോ കിടക്കുന്ന ഒരാള്. അതെ, ഇത് നമ്മുടെ കാലത്തിലും നമ്മുടെ ദേശത്തിലും ഉള്ള ആളല്ല. പിന്നെയാണ് അറിയണ, അല്ല അദ്ദേഹം ഉണ്ട്, കോഴിക്കോട്ടാണ് മാതൃഭൂമിയിൽ പ്രൂഫ് റീഡർ. അത് കേട്ടപ്പോൾ എനിക്ക് വലിയ അത്ഭുതമായി. അപ്പോൾ കാരശ്ശേരിക്ക് അദ്ദേഹത്തിനെ കാണാൻ പറ്റിയിട്ടില്ല എന്നുള്ള ഒരു അത്ഭുതമായി. ഈ ആഴ്ചവട്ടത്ത് താമസിക്കുന്ന അല്ല, അത് ഇങ്ങനെ കുഞ്ഞുമാഷ് പറഞ്ഞിട്ടാണ്. മാഷ് പറഞ്ഞ സത്യമാണ്. കാരണം അദ്ദേഹം ഉടുത്തിട്ട് ഉടുക്കാതെയും ഒക്കെ നടക്കുന്ന ഒരു സ്ഥിതിയാണ്. ഭയങ്കര അത് കാണാൻ പോകുന്നത് നന്നായി. അതെ. പിന്നെ തന്നിൽ സ്വാധീനം ചെലുത്തിയ ഏറ്റവും വലിയ ആള് വൈക്കം മുഹമ്മദ് ബഷീർ. അത് അത്ഭുതമല്ലേ? അതെ, അത് തമ്മിൽ ഒരു ബന്ധമില്ല. അതായത് കുട്ടിക്കൃഷ്ണമാരാരുടെ യുക്തി, അദ്ദേഹത്തിൻ്റെ തീക്ഷ്ണമായ ഗദ്യം, അദ്ദേഹത്തിൻ്റെ സാംസ്കാരികമായ ആദികൾ, ഇതൊന്നും ഈ അളവിൽ ഈ തരത്തിലായേ അല്ല ബഷീറിൽ. രണ്ടാൾക്കും ഒരാളുണ്ട് കേട്ടോ, ഗാന്ധി ഭക്തന്മാരാ രണ്ടുപേരും. മാരാരും അതെ, ബഷീറും അതെ. ബഷീറാണെങ്കിലും മുഴുവൻ തമാശാണ്, അത് കാൽപ്പനികമാണ്. പിന്നെ അത് വളരെ ഒരു യോഗിയുടെ മാതിരി, ഒരു സൂഫിയുടെ മാതിരി ഒരാളാണ് ബഷീർ. ബഷീറിനെ ഞാൻ പരിചയമാവുന്ന എപ്പോൾ വെച്ചാൽ, ഞങ്ങളുടെ നാട്ടിൽ PKC ആലിക്കുട്ടിന്ന് ഒരാൾ, അയാൾ വെടിത്തെറുപ്പുകാരനാണ് അന്ന്. പിന്നീട് അയാൾ പഞ്ചായത്തിലൊക്കെ ജോലി കിട്ടിപ്പോയി. ഭയങ്കരമായിട്ട് വായിക്കും. അപ്പം ഞാനും ഇയാളുടെ ലോഹ്യം എന്താ വായിക്കാം. അപ്പോൾ ഒരു ദിവസം രാത്രി, അപ്പം ഞാൻ വീട്ടിൽ ആരുമില്ല, ബാപ്പ മംഗലാപുരത്ത് ജോലിയാണ്, എൻ്റെ ഇക്കാക്ക കോഴിക്കോട് JDTയിൽ പഠിക്കുകയാണ്, തറവാട്ടുകാരനവർ ഞാനാണ് 5ാം ക്ലാസ് തൊട്ട്. അപ്പോൾ എൻ്റെ ഭരണമാണ് വീട്ടിൽ. അപ്പോൾ ഞാൻ എന്താണ് എപ്പോഴും വായിക്കുക എൻ്റെ പണി. അപ്പോൾ എനിക്കാണെങ്കിൽ അന്ന് തനിക്ക് കേട്ടാൽ തമാശ വന്നു, വലിയ പുസ്തകങ്ങൾ കിട്ടാനാണ് സന്തോഷം, എന്നാൽ ധാരാളം വായിക്കാമല്ലോ. അപ്പം ഞാനൊരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ്, വലിയൊരു പുസ്തകം. ചാരുകസയിലേക്ക് കിടന്നിട്ട് അന്ന് കരണ്ടൊന്നും ഇല്ലാട്ടോ. കാരശ്ശേരിയിൽ കരണ്ട് വരുന്നതേ തനിക്ക് തമാശ തോന്നും. ഞാൻ MA പാസ്സായി 5 കൊല്ലം കഴിച്ചിട്ടാണ്. 74 ഞാൻ MA പാസ്സായി, 79 അവിടെ കറണ്ട് വരുന്നുള്ളൂ. പിന്നെ 5 കൊല്ലം കഴിഞ്ഞിട്ട് അവിടെ ബസ് വരുന്നത്. അത്ര കുഗ്രാമാണെന്ന്. 84 കാരശ്ശേരിയിൽ ബസ് വരുന്നത്. അപ്പോൾ ഞാനൊക്കെ മുക്കത്തിറങ്ങി നടക്കല്ലേ ചെയ്തത്. അതെ, താൻ വീട്ടിലേക്ക് വരുമ്പോഴൊക്കെ 3 കിലോമീറ്റർ നടന്നിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ PKC ആലിക്കുട്ടി ബസ്സിങ്ങനെ വരികയാണ്. അന്നിപ്പോൾ അവിടെ വെളുക്കാൻ. അപ്പോൾ അന്നൊക്കെ 8-8:30 ആകുമ്പോഴേക്കും എല്ലാവരും കിടക്കും. മണ്ണെണ്ണ വാങ്ങുന്ന ആളുടെ കയ്യിൽ കാശില്ലാന്നേ, മഹാദാരിദ്ര്യമാണ്. 60കളിലൊക്കെ മഹാദാരിദ്ര്യമാണ്. അപ്പം മണ്ണെണ്ണയില്ല. പിന്നെ എല്ലാവരും 8-8:30 ആകുമ്പോഴേക്ക് കിടക്കും. അപ്പം ഞാനിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇയാൾ എന്നെ വിളിച്ചു, കൂവോ എന്നാൽ വിളിക്കുക, കൂവോ എന്ന് വിളിച്ചു. അപ്പോൾ ഞാൻ അങ്ങോട്ട് ഇറങ്ങി ചെന്നു, നീ എന്താ വായിക്കണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ജോസഫ് ചെറുത്തൂരിന് അന്നക്കുട്ടി എന്നുള്ള നോവൽ വായിക്കാം. അപ്പോൾ ഇയാൾ ഒരു പുസ്തകം കണ്ടു. ചോദിച്ചാൽ എന്താ പുസ്തകം? ഇതൊരു പുസ്തകമാണ്. എന്താ ഇത് ബഷീറിന്. അപ്പോൾ ബഷീർ ഞാൻ കേട്ടിട്ടില്ല. എന്താ പുസ്തകത്തിൻ്റെ പേര്? എൻ്റെ പേര് എൻ്റെ ഉപ്പുപ്പാക്കാൻ ആനയുണ്ടായിരുന്നെന്നാണ്. അപ്പോൾ എനിക്ക് ആ പേര് കേട്ടത് വലിയ കൗതുകമായി. അപ്പോൾ ഞാൻ വന്ന് അങ്ങോട്ട് കൊണ്ടാ, ഇല്ല ഞാൻ വായിച്ചിട്ട് തരാമെന്ന് പറഞ്ഞു. ന്യായമല്ലേ അയാൾ പറഞ്ഞത്? അയാൾ ഇന്നും ഒരു വരി വായിച്ചു. ഞാൻ ചോദിച്ചു, ഇന്ന് വായിക്കുമോ എന്ന് ചോദിച്ചു. അയാൾ ഇന്ന് വായിക്കില്ല, ഞാൻ പോയി കിടന്നുറങ്ങാൻ പോവാം. എന്നാൽ പിന്നെ ഇങ്ങോട്ട് കൊണ്ടാ, രാവിലെ ഞാൻ തരാമെന്നാണ്. നീ ഇന്ന് വായിക്കോ? ഇന്ന് വായിക്കുന്നതാണ്. അപ്പോൾ അത് ചെറുതുമാണ്, 10 ചില്ലാന പേജുള്ളൂ. അങ്ങനെ ഇയാൾ പോയി, ഞാൻ ഈ അന്നക്കുട്ടി അവിടെ വെച്ചിട്ട് 7ാം ക്ലാസ് പഠിക്കുമ്പോൾ ഈ പുസ്തകം വായിക്കുക. ഞാൻ ഇപ്പം പറഞ്ഞ മാതിരി, അതായത് കഥ വായിക്കുക എന്നുള്ളൊരു അനുഭവം എന്ന് പറയുന്നത് എത്ര വ്യത്യാസമാണ്. രാവിലെ അയാൾ എൻ്റെ വീട്ടിന് മുന്നിൽ കുളിക്കാൻ പോയപ്പോൾ അയാൾക്ക് കൊടുത്തു. ഇതോടുകൂടി എൻ്റെ മനസ്സിൽ തറഞ്ഞുപോയി ബഷീർ. പിന്നെ ഞാൻ മലയാളസഖി വായിച്ചിട്ടുണ്ടാവാം. ഞാൻ പിന്നെ ഓർക്കുന്നത് പ്രീഡിഗ്രിക്ക് പഠിക്കുമ്പോൾ പ്രേമലേഖനം എന്നുള്ള പുസ്തകം കിട്ടി. ജീവിതം യൗവന തീഷ്ണവും ഹൃദയം പ്രേമസരുഫലവുമായ ഈ അസുലഭ കാലഘട്ടത്തിൽ എന്ന് പറയും. ഒറ്റ ഇരിപ്പിന് എൻ്റെ കേസ് ഞാൻ 5 വട്ടം വായിച്ചു. അത് 5 വട്ടം, പിന്നെ എത്രയോ വട്ടം വായിച്ചു ഞാനത്. അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ ബഷീറിനെ കാണുന്നത് 1970-ലാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് വീക്ക് പഠിക്കുകയാണ്. അന്ന് കാരശ്ശേരി പബ്ലിഷേഴ്സ് എന്ന് പറഞ്ഞിട്ട് സലാം കാരശ്ശേരി ഞാനൊരു പബ്ലിക്കേഷൻ കമ്പനി തുടങ്ങി. സലാം കാരശ്ശേരിയും കൂടിയിട്ട് ഒരു കാരശ്ശേരി പബ്ലിക്കേഷൻ. അദ്ദേഹത്തിൻ്റെ പൈസ, അദ്ദേഹം വലിയ കോടീശ്വരൻ്റെ മകനാണ്. എൻ്റെ ഞങ്ങൾ ഒരു ലോവർ മിഡിൽ ക്ലാസ്, എനിക്കറിയാം അത്രയൊന്നും കാശില്ല. അപ്പോൾ എൻ്റെ അധ്വാനം, കാരശ്ശേരിയുടെ സ്വഭാവം, സലാം കാരശ്ശേരിയുടെ സ്വഭാവം എൻറ്റയർലി ഡിഫറൻറ്റാണ്.
അദ്ദേഹം അങ്ങനെ വർത്തമാനം പറയുക ലോകം പറയുകയൊന്നും ചെയ്യില്ല. അപ്പോൾ അദ്ദേഹവും ഞാനും കൂടി തുടങ്ങിയത്. അപ്പോൾ ആദ്യത്തെ പുസ്തകം അടിച്ചത് എരുമ, അത് പാർന്നൂർ പുത്രൻ, അദ്ദേഹം മരിച്ചുപോയി. അപ്പോൾ ഞങ്ങളുടെ പ്രത്യേകിച്ച് സലാമിൻ്റെ വലിയ സുഹൃത്താണ് PA മുഹമ്മദ് കോയ. അദ്ദേഹത്തെയും എൻ്റെ സുഹൃത്ത് കാനേഷ് പൂന്നൂരിനെയൊക്കെ കൂട്ടിയിട്ട് ഞാനാണ് ഐഡിയ ഉണ്ടാക്കിയത്. ബഷീറിൻ്റെ വീട്ടിൽ ചെന്ന് ബഷീറിനൊരു കോപ്പി PA മുഹമ്മദ് കോയ എന്ന് ചന്ദ്രിക ആഴ്ചപ്പതിന് പത്രാധിപർ കൊടുത്തുകൊണ്ട് ഇത് പ്രകാശനം ചെയ്യാം. ഞങ്ങൾ 4 ആളേ ഉള്ളൂ. അങ്ങനെ ഇതിൻ്റെ ഫോട്ടോ ഒക്കെ വന്നു. പിന്നെ എനിക്ക് ബഷീറിനെ കണ്ടു ഭയങ്കര ആകർഷണം തോന്നി. അത് ഞാൻ പിന്നെ ഒരു കത്തയച്ചു, എപ്പോൾ വന്നാലാണ് താങ്കളെ കാണാൻ പറ്റുക. അപ്പോൾ എനിക്ക് മറുപടി അയച്ചു, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടെ വരാം. ആ 70 തൊട്ട് 94 ജൂലൈ 5-ാം തീയതി അദ്ദേഹം മരിക്കുന്നവരെ 24 കൊല്ലം എനിക്ക് നിരന്തര ബന്ധമുള്ള ഒരാളാണ് ബഷീർ. ഞാൻ അദ്ദേഹത്തിൻ്റെ കൃതികളൊക്കെ പലവട്ടം വായിച്ചിട്ടുണ്ട്. 73 അന്ന് BA തനിക്കോ അല്ല MA തനിക്കോ ഓർമ്മയില്ലേ ഡിസർട്ടേഷൻ? അത് ചന്ദ്രിക ആഴ്ചവെപ്പിൽ. അതെ, അല്ല എൻ്റെ വിഷയം ബഷീറിൻ്റെ നോവലുകൾ നിന്നായിരുന്നു. പിന്നീട് എനിക്ക് വളരെ കഴിഞ്ഞാൽ മനസ്സിലായത് ആ ബഷീറിൻ്റെ സമഗ്ര പഠനം ആദ്യമായിട്ട് വരുന്ന അങ്ങനെയാണ്. അതോടുകൂടി വെച്ചാൽ ഞാൻ ബഷീർ കംപ്ലീറ്റ് വായിച്ചു പഠിച്ചു, അങ്ങനെ എഴുതി. അതൊരു പരമ്പരയായിട്ട് 16 ലക്കത്തിൽ അന്ന് ചന്ദ്രിക ആഴ്ചപ്പതിപ്പിൽ വന്നു. പിന്നെ അത് 40-43 കൊല്ലം കഴിഞ്ഞ് അവർ വീണ്ടും അത് കൊടുത്തു. അത് കണ്ടപ്പം പിന്നെ പേരാമ്പ്രയിലെ ഫിംഗർ ബുക്സ് അതിൻ്റെ കുഞ്ഞുകണ്ണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അത് പുസ്തകമാക്കാൻ കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അത് ഇപ്പം അതിൻ്റെ വളരെ മനോഹരമായൊരു ഡീൽ. അത് ഫിംഗർ ബുക്സ് അടിച്ചാൽ അതിമനോഹരമാണ്. ബഷീർ നന്മയുടെ വെളിച്ചം. ഞാൻ വിചാരിക്കുന്നത് എൻ്റെ എഴുത്തിലെ സ്വാധീനം പ്രധാനമായിട്ടും മാരാരുടേതാണ്. പക്ഷേ എൻ്റെ വ്യക്തിജീവിതത്തിലെ സ്വാധീനം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ബഷീറാണ്. പക്ഷേ മാരാരുടേതായിട്ടുള്ള ഒരു അനാലിസിസ്, ഈ നിഗമനത്തിലെത്താനുള്ള വെമ്പൽ, എന്തിലും ഒരു നിഗമനത്തിലെത്ത ഒരു യുക്തി ആലോചിക്കൽ, ഇതൊക്കെ കുട്ടികൃഷ്ണ മാരാരിലൂടെ വളർന്ന ഒരു രീതിയാണ്. അതെന്താ വെച്ചാൽ ഞാൻ എഴുതി തുടങ്ങിയ കഥകളാണ്. 5-ാം ക്ലാസ് ഞാൻ ആദ്യം എഴുതിയ ഒരു കവിതയാണ്. തനിക്കിപ്പോൾ തമാശ വന്നു, അത് ഞാൻ ആരും കാണിച്ചില്ല. പിന്നെ ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ ഒക്കെ കഥ എഴുതുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ അച്ചടിച്ച് വരുന്നത് നമുക്ക് തനിക്കുണ്ടാവും അത് ടാഗോറിൻ്റെ ഗീതാഞ്ജലി എന്നൊരു പാട്ട് നമുക്ക് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാണ്ടായിരുന്നു. അപ്പോൾ എനിക്കിത് വളരെ ഇഷ്ടമായി. ഞാൻ പരിഭാഷപ്പെടുത്തി ചന്ദ്രിക ആഴ്ചപ്പതിന് അയച്ചു. അതിൻ്റെ ബാലഭക്തി അടിച്ചു വന്നു. അത് കൊടുത്തത് AM കുഞ്ഞുബാവ, അദ്ദേഹം മരിച്ചുപോയി, ഒരു പത്രാധിപരാണ്. പിന്നെ ഞാൻ ധാരാളം കഥകൾ എഴുതിയതൊക്കെ അന്ന് പ്രധാനമായിട്ടൊക്കെ കൊടുത്ത് കാനേഷ് പൂനൂരാണ്, അയാൾ പത്രാധിപരാണ്. കുഞ്ഞുബാവയ്ക്ക് ശേഷം അയാളായിരുന്നു പത്രാധിപർ. അപ്പോൾ എനിക്ക് ഭാവന വേണ്ടത്ര ഇല്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് യുക്തിയാണ് എന്ന് എനിക്കും പത്രാധിപന്മാർക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ തോന്നി. അങ്ങനെയാണ് കഥ എഴുത്ത് നിന്നുപോയത്. പക്ഷേ കഥനം എന്ന് പറയുന്ന സാധനം എനിക്ക് വാക്കിൽ പറയുമ്പോഴും ഉണ്ട്, എഴുതുമ്പോഴും ഉണ്ട്. ഒരു രംഗം വർണ്ണിക്കുക, അത് പറയുമ്പോൾ അതിനേക്കാൾ പൊലിക്കും. തനിക്ക് ഏറ്റവും ഉള്ളൊരു ഗുണം എന്ന് പറയുന്നത്, സിദ്ധി എന്ന് പറയുന്നത് വായിലനാവാണ്. ഞങ്ങളിവിടെ വായിലനാവ് എന്ന് പറയുന്നത് എന്താ ഇഷ്ടം? സരസമായിട്ടും ഹൃദ്യമായിട്ടും യുക്തിഭദ്രമായിട്ടും പറയാനുള്ള ശേഷി. അവർക്ക് വലിയ വായിലനാവട്ടെ. അതിൽ സാമർഥ്യമുണ്ട്, എതിരാളികളെ തോൽപ്പിക്കുന്ന ഒരു മിടുക്കുണ്ട്. ഈ വെടിവെട്ടത്തിനൊന്നും വേണ്ട, വെടിവെട്ടത്തിന് തമാശയായിട്ട് പറയും. പക്ഷേ ഈ വായിലനാവുണ്ടല്ലോ, അതിന് ഇതൊന്നും പോരാ. വായിലനാവിൽ ശോഭിക്കുക നർമ്മം മാത്രം പോരാ, യുക്തിയുണ്ട്, നിലപാട്, ന്യായം പറയാന്ന് പറയാം. അപ്പോൾ തൻ്റെ ഈ കൾച്ചർ മുഴുവൻ, ഈ തൻ്റെ ഒരു കൾച്ചറിൻ്റെ ഒരു അംശം ഈ ചായപ്പീടിയൽ. അല്ല, എൻ്റെ ഒരു വിദ്യാഭ്യാസം ഉണ്ടത് അവിടെ എൻ്റെ വീടിൻ്റെ നേരെ ഒരു മുക്കിലെ പീടിയെന്ന് ധാരാളം വന്നത്. അവിടെയൊക്കെ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ പത്രം വായിച്ച് ചർച്ചയാണ്. അതിപ്പോൾ ഈ ചാനൽ ചർച്ച കേൾക്കുമ്പോൾ ഞാൻ കുട്ടിക്കാലത്ത് കേട്ടത് തന്നെയാണ്. കോൺഗ്രസ്സുകാർ ഒരു ഭാഗത്ത്, ലീഗുകാർ ഒരു ഭാഗത്ത്. അന്ന് പിന്നെ അവിടെ BJP ഒന്നുമില്ല, കമ്മ്യൂണിസ്റ്റുകാരും വളരെ കുറവാണ്, പേരിനേ ഉള്ളൂ കമ്മ്യൂണിസ്റ്റുകാർ. അപ്പോൾ ഇവരൊക്കെ തമ്മിൽ തർക്കം, പിന്നെ സുന്നി മുജാഹിദ് ജമായത്ത് തർക്കം. അപ്പോൾ തർക്കമൊക്കെ കേട്ടാൽ വളരെ, പിന്നെ ഈ കുട്ടികൃഷ്ണമാരെല്ലാം തർക്കമാണല്ലോ, താർക്കികനാണ്. അപ്പോൾ എൻ്റെ ഉള്ളിലൊരു താർക്കികനുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ എന്നെ ഗംഗാരൻ എപ്പോഴും ചീത്ത പറയുന്നേ, പറഞ്ഞ് വർത്താനം, താൻ വക്കീലല്ലേ, എന്നോട് വർത്താനം വിട്ട് കാര്യമില്ല എന്ന് പറയും. വക്കീലിനാണ് എന്നെ ചീത്ത പറയുമ്പം ഇയാൾ പറയാം. ഇവിടെ ഞാൻ കോഴിക്കോട്ട് നിന്ന്, ഞങ്ങളവിടെ ഇത്രയൊന്നും ഭയങ്കര ഈ സദസ്സുകളൊന്നുമില്ല. ഇവിടെ ഞാൻ വന്ന് കണ്ട ഒരു വലിയ പ്രധാന വ്യത്യാസം, ഈ കോഴിക്കോട്ട് നിന്ന് എല്ലാ ദിക്കിലും ഈ മുസ്ലിങ്ങളുടെ ഒരു യോഗം ഉണ്ടാവും. അത് ഒരു മറ്റേന് മറുപടി പറയാനാണ്. അല്ല, ഇവിടെ മറുപടി വരുന്ന 2 കൂട്ടരാ. ഒന്ന് കമ്മ്യൂണിസ്റ്റുകാർ, 2 മുസ്ലിങ്ങളും. എന്ത് പറഞ്ഞാലും കമ്മ്യൂണിസ്റ്റുകാർ മറുപടി പറയില്ലാണ്, എന്ത് പറഞ്ഞാലും മാപ്പിളമാർ മറുപടി പറയണം. അത് വലിയ അത്ഭുതമാണ്. അപ്പോൾ ഈ അന്തരീക്ഷമുള്ളൂ, തർക്കത്തിൻ്റെതായ അന്തരീക്ഷം. ഇത് ഈ നാട്ടിലൊക്കെ ഉള്ള, ഈ പ്രദേശത്ത്, ഞങ്ങളുടെ നാട്ടിൽ ഇത്രയൊന്നുമില്ല, ഈ കോഴിക്കോടൻ അന്തരീക്ഷത്തിൽ. അതെന്താണെന്നൊരു കേസ്,
രാവിലെ 5 മണിക്ക് ഇവരൊക്കെ എണീക്കും. ഒരു 5-5:30 ആകുമ്പോഴേക്ക് പള്ളിയിൽ പോകും. രാവിലെ സുബഹിന്ന് പേരായിട്ട് ഒരു പ്രഭാത പ്രാർത്ഥന ഉണ്ട്. അത് കഴിഞ്ഞ ഉടനെ ഇറങ്ങിയാൽ ചായപ്പിടിയിലാണ്. ഒരു 6 മണിക്ക് മുമ്പേ അവിടെ വർത്താൻ. അതിന് ചൂടുള്ള പിട്ട് ചായ, അതിന് പിട്ടിന് കറിയൊന്നുമില്ല, ഇങ്ങനെ കൈ പിടിക്കുക, നല്ല ചൂടുള്ള പുട്ട്. അതിന് കൈപ്പുട്ട് എന്നൊരു വാക്കുണ്ട്, താൻ കേട്ടിട്ടുണ്ടോ? കൈപ്പുട്ട്. ആ കൈപ്പുട്ട് ചായ കുടിക്കുക, എന്നിട്ട് വർത്തമാനമാണ്. അപ്പോൾ അത് രാഷ്ട്രീയം, അതായത് കോൺഗ്രസ് അനുകൂലം, അല്ലെങ്കിൽ കോൺഗ്രസിനെതിരെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അനുകൂലം എതിര്, അല്ലെങ്കിൽ സുന്നി, അല്ലെങ്കിൽ മുജാഹിദ്, അല്ലെങ്കിൽ മതം, അല്ലെങ്കിൽ ഇടയ്ക്ക് കള്ളഗർഭം, ഇടയ്ക്ക് പരദൂഷണം, ഇടയ്ക്ക് അങ്ങനെ ഉണ്ടല്ലോ നാട്ടിലെല്ലാം. ഇപ്പോൾ ചില മുതലാളിമാരുടെ കൊള്ളരുതായ്മകൾ, ചില ജന്മിമാരുടെ, അന്നൊക്കെ ജന്മിത്വമൊക്കെ ഉള്ള കാലമാണ്, ജന്മിമാരുടെ കൊള്ളരുതായ്മകൾ, പിന്നെ ചില വർഗീയമായ ചില വിശകലനങ്ങൾ, അങ്ങനെ. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് ഇങ്ങനൊരു അന്തരീക്ഷ തർക്കത്തിൻ്റെയും സംവാദത്തിൻ്റെയും ഒക്കെ അന്തരീക്ഷത്തിൽ നിന്നാണ് കാരശ്ശേരിയുടെ വ്യക്തിത്വം രൂപം കൊണ്ടുവന്നത്. ഞാൻ ആ മറ്റേ നീതി തേടുന്ന വാക്കിൽ തെരഞ്ഞെടുത്ത ലേഖനങ്ങൾ പറയുന്നുണ്ട്. കാരശ്ശേരിയുടെ ഈ ഉത്ഭവം എന്ന് പറയുന്നത് ഈ നാട്ടു പാരമ്പര്യത്തിലുള്ള ഈ സംവാദത്തിൻ്റെയും തർക്കത്തിൻ്റെയും ന്യായം പറച്ചിൻ്റെയും, ന്യായം പറയാൻ തുടങ്ങണു. വെടിവെട്ടത്തിൽ അതില്ല, വെടിവെട്ടത്തിൽ തമാശ പറയില്ലേ ഉള്ളൂ. വെടിവെട്ടത്തിൽ 2 കാര്യമാണുള്ളത്. ഒന്ന്, ഒരാളെ പരിഹസിക്കുക, ചിലപ്പോൾ അവനവനെയാവും, ചിലപ്പോൾ കേട്ടിരിക്കുന്ന ആളെ മൂന്നാമനെയാവും, അല്ലെങ്കിൽ പിന്നെ ഉള്ളത് കുറച്ച് തെറി, കുറച്ച് പിന്നെ ലൈംഗികമായ പരാമർശങ്ങളൊക്കെ, നേരം പോക്ക് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. അപ്പോൾ അല്ലാതെ അതിൽ ഒരു രാഷ്ട്രീയമോ മതമോ ഒന്നും ചർച്ച ചെയ്യുന്നില്ല, ചരിത്രം ചർച്ച ചെയ്യുന്നില്ല, രാഷ്ട്രീയം ചർച്ചയില്ല, ഇനിയിപ്പോൾ ധാർമ്മികത ചർച്ച ചെയ്യുന്നില്ല, തത്വശാസ്ത്രം ചർച്ചയില്ല. ഇതിലതല്ല, ഇതെല്ലാം സമകാലിക സംഗതികൾ പൊടിപ്പാറിയിട്ടുള്ള ചർച്ച. ഞാൻ ആ മുക്കിലെ പീടിയതാണ് എൻ്റെ ശരിക്കുള്ള വിദ്യാഭ്യാസം തുടങ്ങുന്നത്. അപ്പം കാരശ്ശേരി എവിടെ ജനിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പീടികയിൽ ജനിക്കുന്നു എന്നാണ് ഞാൻ ഒരു രൂപീകരണ ചരിത്രം ഉണ്ടാവുമല്ലോ ഒരാൾക്കും. ചിലർ ക്ലാസ് മുറിയിൽ ജനിക്കുന്നവർ, ചിലർ അങ്ങാടിയിൽ ജനിക്കുന്നവർ, ഇങ്ങനെ പല ദിക്കിലും ജനിക്കും. പിന്നെ വേറൊന്നുണ്ട് കേസ്, അവിടെയൊക്കെ ചർച്ച ചെയ്യുന്നതൊക്കെ മുതിർന്ന ആളുകളാണ്. എനിക്കാണെങ്കിൽ എൻ്റെ കൂട്ടുകാർ മുഴുവൻ പ്രായമുള്ള ആളുകളാണ്. ഒരു ഉദാഹരണം പറയാം, അവിടെയൊക്കെ അന്നത്തെ പ്രധാനപ്പെട്ട ഒരു അരങ്ങാണ് കുറുക്കല്യാണം. എനിക്കറിയാലോ കുറുക്കല്യാണം എന്ന് പറഞ്ഞാൽ. അപ്പോൾ കുറുക്കല്യാണത്തിന് കമ്പി എന്ന് പറയും, അവിടെ പൈസ കൊടുത്ത് പേര് വരുന്നത്. അപ്പോൾ എൻ്റെ കൈയക്ഷരം വളരെ നന്നായിരുന്നുകൊണ്ട് എന്നെ ഇരുത്തും. ഇത് വലിയ അംഗീകാരമാണ് എനിക്ക്. അപ്പം നാട്ടിലുള്ളപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ കുന്നത്ത് പുളിയക്കൽ മുഹമ്മദ് എന്നാണ് ഒരാളുടെ പേരെന്ന് എനിക്കറിയാം. കാരണം അയാളുടെ ഈ കുറുക്കല്യാണത്തിൻ്റെ പേര് എഴുതണം, അയാൾ 2 റുപ്യ കൂടിയിട്ടുണ്ട്, കുറുക്കല്യാണം കൂടുകയെന്ന് പറയാം. അപ്പോൾ 2 റുപ്യ തന്നാൽ 4 റുപ്യ പിന്നെ മറ്റേ ആളെ കല്യാണത്തിന് അങ്ങോട്ട് കൊടുക്കണം. 5 റുപ്യ എന്നാൽ 10 റുപ്യ കൊടുക്കണം. അന്ന് 10 റുപ്യൊക്കെ അപൂർവമാണ്. 1 റുപ്യ 2 റുപ്യ, വലിയ കോടതി 5 റുപ്യാണ്. അപ്പോൾ എനിക്ക് എല്ലാ ആളുകളെയും അറിയാം. പിന്നെ ഞാൻ കുട്ടിയല്ല, എൻ്റെ കൂട്ടുകാരല്ല എൻ്റെ ശരിക്കുള്ള കൂട്ടുകാർ. ആരാണ്? ക്ലാസ് പഠിക്കുന്നവർ ചർച്ച ചെയ്യുന്നതല്ല ഞാൻ ചർച്ച ചെയ്യുന്നത്. നേരത്തെ 31 ഞാൻ. കളിയൊന്നും ഉണ്ടായില്ല എനിക്ക്, കുളിയും ഉണ്ടായിരുന്നില്ല എനിക്ക്. സമയപരിമിതി മൂലം കാരശ്ശേരിയുമായിട്ടുള്ള ഈ സൗഹൃദ സംഭാഷണത്തിൻ്റെ ഈ ഭാഗം ഇവിടെ സമാപിക്കുകയാണ്. കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത ഭാഗം നമുക്ക് കാണാം.